താരസംഘടന അമ്മയിൽ ഇന്നിപ്പോൾ നിർണായകമായ ജനറൽ ബോഡി യോഗം ചേരുന്ന ദിവസമാണ്. കൊച്ചിയിൽ രാവിലെ 9 മണിക്ക് കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ് യോഗം ചേരുക. എക്സിക്യൂട്ടീവിലെ കലഹം യോഗത്തിൽ ചർച്ചാ വിഷയമാകും. അതേസമയം തന്നെ അമ്മയിൽ നീതി നിഷേധം എന്ന നടൻ ഉണ്ണി ശിവപാൽ പറയുന്നു, ഓഫീസ് സ്റ്റാഫിന്റെ പരാതിയിൽ താൻ പറഞ്ഞത് കേട്ടില്ലെന്നും ഒരു തെറ്റും ചെയ്യാതെ തന്നെ ക്രൂശിച്ചുവെന്നും ഉണ്ണി ശിവപാൽ പ്രതികരിച്ചു. പ്രതികരണം ലഭ്യമാണ്. അതിലേക്ക് മീഡിയയിലൂടെയാണ് ഞാൻ കാണുന്നത്. ഉണ്ണി ശിവപാലിനെ അവർ തൽക്കാലത്തേക്ക് ലീവിന് പറഞ്ഞയച്ചു. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അമ്മയുടെ ഏത് ഖണ്ഡികയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അധികാരമുള്ളത്? ഒരു തെറ്റ് പോലും ചെയ്യാതെ എന്നെ ഇങ്ങനെ ക്രൂശിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും എന്നെ ഇഷ്ടപ്പെടുന്ന അമ്മയിലെ, എന്നെ വിശ്വസിക്കുന്ന അമ്മയിലെ മെമ്പേഴ്സിനും അടിയാണ് തന്നിരിക്കുന്നത്. ഇതിലെന്ത് ന്യായമുള്ളത്? എൻ്റെ കണ്ണ് കരഞ്ഞു, എൻ്റെ മനസ്സ് കരഞ്ഞു, ഞാൻ തകർന്നോ എന്നൊന്നും ചോദിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ ചില മെമ്പേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയിൽ ആരും ഉണ്ടായിട്ടില്ല. സഹിൻ ആന്റണി വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയമുണ്ട്. സഹിൻ ആന്റണി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പം വളരെ പ്രധാനപ്പെട്ട ജനറൽ ബോഡി യോഗം അമ്മയിൽ നടക്കുന്നു. മുതിർന്ന താരങ്ങളൊക്കെ പങ്കെടുക്കുമെന്ന് അറിയാൻ കഴിയുന്നത്. ഇപ്പം മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ള താരങ്ങളൊക്കെ പങ്കെടുക്കുമെന്ന സൂചനയുണ്ട്. അപ്പം അങ്ങനെ അവരൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ അൻസിബ ടിനി ടോം പോര് അത് പോലീസ് നടപടിയിലേക്ക് കടന്നുവെങ്കിലും പോലീസ് ഇതുവരെ അതിൽ കേസൊന്നും എടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതിലിനി എന്തായിരിക്കും താരങ്ങളുടെയൊക്കെ ഒരു നിലപാട് വരിക? മറ്റൊന്ന്, ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ കണ്ടതുപോലെ ഉണ്ണി ശിവപാലിന്റെ വെളിപ്പെടുത്തലാണ്. ഇതിപ്പം അദ്ദേഹം എവിടെയാണ് ഈ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്? ഈ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ്? സേതു ഇൻസ്റ്റഗ്രാം വഴിയാണ് അദ്ദേഹം തൻ്റെ നവമാധ്യമങ്ങൾ വഴിയാണ് തൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു കാര്യം, അമ്മ നേതൃത്വത്തിനും ഒപ്പം തന്നെ എക്സിക്യൂട്ടീവിനെതിരെ രൂക്ഷ വിമർശനമാണ്. തന്നെ ഓഫീസ് സ്റ്റാഫിൻ്റെ പരാതിയിൽ തന്നെ പുറത്തു നിർത്തിയെന്നുള്ളതാണ്. പക്ഷേ തൻ്റെ വാദം കേൾക്കാനോ തൻ്റെ ഭാഗം കേൾക്കാനോ ആരും തയ്യാറായില്ല എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. മാത്രമല്ല തനിക്ക് നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കുറ്റപ്പെടുത്തൽ. എന്തായാലും ഇന്ന് അമ്മയുടെ ജനറൽ ബോഡി യോഗം ചേരുകയാണ്. നിർണായകമായ ഒരു ജനറൽ ബോഡിയായി തന്നെ ഇതിനെ കരുതേണ്ടി വരും. കാരണം അൻസിബ ഒപ്പം തന്നെ നടൻ ടിനി ടോം പോര് രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ടിനി ടോമിനെതിരെയുള്ള അഭിപ്രായമോ അല്ലെങ്കിൽ അൻസിബയ്ക്കെതിരെയുള്ള അഭിപ്രായമോ പറയാൻ നേരത്തെ എക്സിക്യൂട്ടീവിൽ അനുവദിച്ചിരുന്നില്ല. ഇന്ന് ജനറൽ ബോഡിയിൽ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യട്ടെ എന്നുള്ളതായിരുന്നു പ്രസിഡന്റ് ശ്വേതാ മേനോന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാര്യങ്ങളൊക്കെ വലിയ ചർച്ചയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന താരങ്ങൾ എല്ലാവരും തന്നെ ഈ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കാനെത്തും. വാർഷിക എക്സിക്യൂട്ടീവ് യോഗമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ചർച്ചകൾക്ക് ഈ എക്സിക്യൂട്ടീവ് യോഗം വേദിയാകുമെന്നാണ് താൽക്കാലികമായി മനസ്സിലാക്കേണ്ടത്. ജനറൽ ബോഡി യോഗം വേദിയാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സേതു. ഓക്കെ, ശരി. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.